ഹായ് ഗെയ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലത്തെ ഏറ്റവും വലിയ പ്രശ്നമുള്ള നമ്മൾ കഴിക്കുന്ന ഫുഡ് വേസ്റ്റ് എന്ത് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു വളമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പിനുള്ള വീഡിയോ ഒന്ന് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് വേസ്റ്റ് നമുക്ക് ചെടിക്ക് വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, വീട്ടിൽ വൃത്തികേടായി കിടക്കുകയുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ഒരു വെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വെള്ളത്തിനുള്ള സ്പ്രൈറ്റിൻ്റെ ഒക്കെ ഒരു ബോട്ടിലില്ലേ, 1 ലിറ്റർ അല്ലെങ്കിൽ അതിൻ്റെ വലുതാ ചെറുതാ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ എടുക്കുക. പിന്നെ മിനറൽ വാട്ടറിൻ്റെ 20 ലിറ്ററിൻ്റെ ഒരു ക്യാനല്ലേ ഇങ്ങനത്തെ, ഇതും എടുത്തിട്ടുണ്ട്. ഇത് പുതിയതല്ല, പഴയതാ, കാണുമ്പോൾ തന്നെ അറിയാം അഴുക്കൊക്കെ പിടിച്ചിരിക്കണേ. നമ്മൾ ഉപയോഗിച്ച് മാറ്റിയിട്ടേക്കുന്നതാണെങ്കിൽ അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഇത് നമുക്ക് കളയാൻ വേണ്ട, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ കുപ്പി രണ്ടും എടുക്കുമ്പോൾ രണ്ടിനും മൂടി വേണം കേട്ടോ. മൂടി ഉണ്ടാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലെ ചെറിയ ഇങ്ങനത്തെ വെള്ളത്തിൻ്റെ കുപ്പിയുടെ മൂടി വേണം. അതേപോലെ തന്നെ ഈ മിനറൽ വാട്ടറിൻ്റെ ഇതേപോലത്തെ ക്യാപ്പില്ലേ, അതിൻ്റെ സീല് പോയാലും കുഴപ്പമില്ല, ഈ ക്യാപ്പ് ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കാനുള്ള രീതിയിൽ കിട്ടിയാൽ മതി. അപ്പോൾ ഓക്കെ, ഇത്ര നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നടുക്ക് ഇവിടെ ഒരു ഹോൾ ഇടണം, അതേപോലെ ഇവിടെ ഒരു ഹോൾ ഇടണം. ഈ രണ്ട് സ്ഥലത്തും ഹോൾ ഇട്ടിട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂടി രണ്ടും സെൻറ്ററായിട്ട് നല്ല ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതേപോലത്തെ ഒരു ഓസ് കിടക്കാൻ പാകത്തിനായിട്ട് ഇട്ടേക്കണം. ഓസ് ഒരു 1 മീറ്റർ നീളത്തിലാണ് നമ്മൾ ഓസ് എടുത്തിരിക്കുന്നത്. ഈ ഓസ് നീളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഓസിൻ്റെ രണ്ടറ്റം ഉണ്ടല്ലോ, രണ്ടറ്റം ഇതേപോലെ ഇങ്ങനെ ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ബ്ലേഡ് മൂർച്ചിടണോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ആരോ ഷേപ്പിൽ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും ചെയ്യാനുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരറ്റം ഈ ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക, അതേപോലെ മറ്റേ അറ്റം ഇതേപോലേക്ക് ഈ ചെറിയ ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും നമുക്കൊന്ന് MC-യിലിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ക്യാൻ്റെ മേൽഭാഗത്ത് ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് ഈ ബ്ലേഡ് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾ ഇട്ട് എടുത്തേക്കണം. ഇത് കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ കിടക്കാൻ പാകത്തിന് വേണം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഇതിലൂടെയാണ് നമ്മൾ വേസ്റ്റ് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു ഇത്രയും പാകത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകണം നമ്മൾ. ബ്ലേഡ് ഇതേപോലെ കയറാൻ വേണ്ടിയിട്ടാണ് ആ ഹോൾ ഇട്ടിരിക്കുന്നത്. ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് വരാം. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാകും. ഇതേപോലെ കൈ കയറാൻ പാകത്തിനാണ് കട്ട് ചെയ്തെടുത്തേക്കണം. ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ഈ കട്ട് ചെയ്തതിൻ്റെ അത് ഈ സൈഡ് കണ്ട സൈഡ് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കണം. വേറെ ഒന്നുമല്ല, നമ്മൾ കൈ ഇടുമ്പോൾ കൈ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ക്ലീൻ ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ക്യാൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് താഴത്തൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി മറന്നുപോയായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ഈ ക്യാപ്പ് ഹോൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ MC-യിലിട്ടൊന്ന് സെറ്റ് ചെയ്യണം. ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെയിറ്റ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ക്യാപ്പ് ഊരിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ MC-യിലേക്ക് സെറ്റ് ചെയ്ത് ഇതെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു ട്യൂബ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതേപോലെ കണ്ടോ. അത് ഇതേപോലെ ഒരു കുപ്പിയിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തേക്കണം. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റി വെക്കട്ടെ. എന്നിട്ട് ഇതേപോലെ ഒരു പഴയ ഗാർഡൻ നെറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഗാർഡൻ നെറ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ സാധാരണ നെറ്റില്ല, അരിപ്പ് പോലത്തെ സംഭവങ്ങൾ, അങ്ങനെ എന്തായാലും മതി, അതെടുക്കുക. ഇതെന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് മറ്റേ കമ്പോസ്റ്റ് ഉള്ള ചെടിക്ക് കയറണം ചകിരിച്ചോറ്, ആ സാധനം ഇട്ടിട്ടത് ഒരു കിഴി പോലെ ആക്കി എടുക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഹോൾ അടഞ്ഞു പോകുന്നതാണ്. അതേപോലെ ഇത് നമ്മൾ ഗാർഡൻ നെറ്റ് ഒന്ന് മടക്കി എടുക്കണുണ്ട്. മടക്കി എടുക്കുക വെച്ചാൽ നെറ്റിന് ഇച്ചിരി കണ്ണിയകൽച്ച ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ മടക്കി എടുക്കുന്നത്.
ഇതിലേക്കൊന്ന് പകർത്തിയെടുത്തിട്ട് ഇങ്ങനെ മടക്കിയെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് ഒരു കിഴി പോലെ ആക്കിയെടുക്കാം. കെട്ടാൻ ഭാഗത്ത് മടക്കി ചുറ്റിയെടുക്കാം. എന്നിട്ടൊരു വള്ളി കൊണ്ട് ഇത് കെട്ടിയത് ഒന്ന് കെട്ടിയെടുത്തിട്ട് തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആ കമ്പോസ്റ്റ് ഇതേപോലെ ഗാർഡൻ നെറ്റിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തൊരു കിഴി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടി വന്നിട്ട് ഇതേപോലെ ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ക്യാനിൻ്റെ ആ ഈ സൈഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലായിട്ട് വേണം നല്ല ഇറക്കി വെക്കാൻ വേണ്ടി പോയി ഇങ്ങനെ അടുപ്പിച്ചൊന്ന് കാണിച്ച് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഫില്ല് ചെയ്ത് നോക്കുക. ഇത്രയും നമ്മുടെ ഇതിൻ്റെ പണിയുള്ളൂ. ഇതിങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ നമുക്ക് വന്ന വേസ്റ്റ് എല്ലാം വീഴുമ്പോഴത്തേക്കും ആ മൂടി തള്ളിപ്പോവുകയുമില്ല. അത് നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്ത് ആ ഇതിൻ്റെ അകത്തുനിന്ന് ആ ഒരു സ്ലറി മാത്രമേ താഴത്തേക്ക് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഓക്കെ. എന്നിട്ട് ഇത് ഏതെങ്കിലും സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ വല്ല മരത്തേലോ അല്ലെങ്കിൽ മതിലിൻ്റെ സൈഡിലോ ആണിയടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കും. പിന്നെ ഈ സൈഡിൽ എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ളത് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയിടും. അല്ലെങ്കിൽ മഴവെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ ആകെ വൃത്തികേടാകാനും നല്ല സ്മെല്ല് വരാനും ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷയം നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ മാക്സ് ചെയ്ത് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെറിയ രീതിയിലാണെങ്കിൽ നമുക്ക് തന്നെ ചെടിക്കൊക്കെയുള്ള വളമൊക്കെ മാറ്റാനും സാധിക്കും. ഓക്കെ.